പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? ഇത് എല്ലാ സെഗ്മെന്റിലും ബാധകമാണ്. ആക്ച്വലി വി ആർ പ്രൊവൈഡിങ് സൊല്യൂഷൻസ്. എന്താണെന്നല്ലേ? വി ഫിക്സ് പീസ് ഓഫ് മൈൻഡ്. ഒരു വീടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സമാധാനം വന്നേരും. ഞാൻ പറഞ്ഞില്ലേ, വി ആർ പ്രൊവൈഡിങ് സൊല്യൂഷൻസ് ഫോർ യുവർ ഹോം. വാട്ടർ ലീക്കേജ്, ഹീറ്റ് റെസിസ്റ്റൻറ്റ്, ഫംഗൽ. ഒരു വീടോ ഫ്ലാറ്റോ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് മുതലുള്ള എല്ലാ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷനാണ് ക്യൂർഗാർഡ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രോബ്ലംസ് ആണ്. പക്ഷെ എന്തിന് ക്യൂർഗാർഡ് എന്ന് നിങ്ങളിൽ എല്ലാവരും ചിന്തിച്ചിട്ടില്ലെങ്കിലും കുറച്ചു പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഉത്തരം ഞാൻ പറയാം. വി ട്രസ്റ്റ് ഇൻ അവർ വേർഡ്സ്. നിങ്ങൾ പലരും മുൻപ് വാട്ടർ പ്രൂഫിംഗ് ചെയ്തവരായിരിക്കും. പക്ഷെ ഇപ്പോഴും വാട്ടർ ലീക്കേജ് മാറിയിട്ടില്ല എന്നതായിരിക്കാം നിങ്ങളുടെ പ്രോബ്ലം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ പോയിന്റ് റെലവൻ്റ് ആകുന്നത്. വി ആർ പ്രൊവൈഡിങ് സൊല്യൂഷൻസ്. വി ട്രസ്റ്റ് ഇൻ അവർ വേർഡ്സ്. ലീക്കേജ് വരുമ്പോൾ മാത്രം ചിന്തിക്കേണ്ട ഒന്നല്ല വാട്ടർ പ്രൂഫിംഗ്. ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന പോയിന്റ് മുതൽ റിലവൻ്റ് ആണ്. റൂഫിൽ നിന്ന് മാത്രമല്ല ലീക്കേജ് വരുന്നത്. ഇന്ന് ധാരാളമായി അണ്ടർഗ്രൗണ്ട് ലീക്കേജും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ബേസ്മെന്റ് മുതൽ തന്നെ ലീക്കേജ് പോസിബിലിറ്റീസ് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഇതിനെല്ലാമുള്ള സൊല്യൂഷനാണ് ക്യൂർഗാർഡ്. Liquid applied membranes. This method involves applying a waterproofing material in liquid form. It is mainly used on rooftops but can also be applied in bathrooms, water tanks, swimming pools and other similar areas. Liquid applied membranes are ideal for less complicated spaces. Sheet membranes. This method involves applying waterproofing sheets over the leakage prone areas. Sheet membranes typically last longer than liquid-based solutions. They are available in various types suitable for rooftops, water tanks, bathrooms, wet areas and more. Cementitious membranes. These are used when the surface is uneven or has multiple cracks and holes. This type of waterproofing is ideal for rough or irregular surfaces. Bituminous waterproofing. This method used tar-based materials to prevent water leakage and also help in resisting heat. It is commonly used for its durability and strong protective properties. Common application areas. These waterproofing methods are used in various places including basements, roofs, walls, water tanks, swimming pools and lift pits. Basement waterproofing. നിലത്തിൻ്റെ ഈർപ്പം തടയുക എന്നതാണ് ബേസ്മെൻറ്റ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ ഉദ്ദേശം. ഇതിലൂടെ ഭൂമിക്കടിയിൽ നിന്നും നമ്മുടെ ബേസ്മെൻറ്റിലേക്ക് കയറി വരുന്ന വെള്ളത്തിൻ്റെ സാന്നിധ്യമോ ഈർപ്പമോ തടയാൻ ബേസ്മെൻറ്റ് വാട്ടർ പ്രൂഫിംഗ് സഹായിക്കുന്നു. ബാത്റൂം വാട്ടർ പ്രൂഫിംഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലമാണ് ബാത്റൂം. അപ്പോൾ ബാത്റൂമിൽ നിന്നും ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത പക്ഷെ എന്തായാലും ചെയ്യേണ്ട ഒന്നാണ് വാട്ടർ പ്രൂഫിംഗ് ഇൻ ബാത്റൂം. ടൈൽസ് ഇടുന്നതിന് മുന്നോടിയായാണ് ബാത്റൂം വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്. ടെറസ് വാട്ടർ പ്രൂഫിംഗ്. ഈ കാലയളവിൽ വീടോ ബിൽഡിങ്ങോ പണിത് 4-5 വർഷങ്ങൾ കൊണ്ട് തന്നെ ലീക്കേജോ ഡാമേജോ നമ്മുടെ ടെറസുകൾക്ക് കണ്ടുവരുന്നുണ്ട്. പഴയ ക്വാളിറ്റി ഇന്നത്തെ മെറ്റീരിയൽസിന് ഇല്ലാത്തത് കൊണ്ടാവാം ഇത്. ഇവിടെയാണ് എല്ലാവരും ടെറസിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടി വരുന്നത്. ഇതുകൊണ്ട് വാട്ടർ പ്രൂഫിംഗ് മാത്രമല്ല ഹീറ്റ് റെസിസ്റ്റൻസ് കൂടി ഫലവത്തായി നടക്കും. ലിഫ്റ്റ് പിറ്റ് വാട്ടർ പ്രൂഫിംഗ്. ലിഫ്റ്റിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ലിഫ്റ്റ് പിറ്റ്. ഭൂരിഭാഗവും മണ്ണിനടിയിൽ നിൽക്കുന്നതിനാൽ മണ്ണിലെ ഈർപ്പം കാരണം തുടർച്ചയായി വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ലിഫ്റ്റ് പിറ്റിലുള്ള വാട്ടർ പ്രൂഫിംഗ് നിർബന്ധമാവുന്നത്. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നാം ഇതിനാൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതുണ്ട്. These solutions and services help protect structures from water damage and ensure long-term durability. ഇപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിൽ വാട്ടർ ലീക്കേജോ ഹീറ്റ് കാരണമോ നമ്മുടെ കൺസ്ട്രക്ഷന് ഡാമേജ് സംഭവിക്കാൻ സാധ്യതകളുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഡാമേജ് റെസിസ്റ്റ് ചെയ്താൽ പിന്നീടുള്ള സ്ട്രഗിൾസ് ഒഴിവാക്കാം. ക്യൂർഗാർഡ് അഷ്വേഴ്സ് 15-year ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞല്ലോ, വെറും ഗ്യാരണ്ടി അല്ല, ക്യൂർ ഗ്യാരണ്ടി. ഇനി നിങ്ങളുടെ ഹോം ഹാപ്പി ഹോം ആയിരിക്കും. നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ ആയിരിക്കും.